നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 664 664. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 159 സർഗം ഭഗവാന്റെ ധർമ്മോപദേശം, അതിൽ 23 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ആ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം: ഈ വണ്ണം നൃഗനെ അനുഗ്രഹിച്ച് കോടക്കാർ വർണ്ണൻ നിജസുതരോട് അലിഞ്ഞ് അമന്തം കൈവല്യപ്രദന്നുര ചെയ്തത് അനന്തപുണ്യശ്രീവാക്യം അനുഗ്രഹം മാർന്നും മിന്നിവാണാൻ. ബ്രഹ്മോപദേശം ചെയ്ത് ഭഗവാൻ പെട്ടെന്ന് തൻ്റെ വാസസ്ഥാനത്തിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ഇനി 160 സർഗം ബലരാമൻ്റെ ഗോകുലയാത്ര. ബലരാമൻ്റെ ഗോകുലയാത്ര. ശ്രീകൃഷ്ണ ലീലാ മാധുര്യമാസ്വദിക്കും നൃപോത്തമൻ. പരീക്ഷിത് മഹാരാജാവ്. ശ്രീകൃഷ്ണ ലീലാ മാധുര്യമാസ്വദിക്കും നൃപോത്തമൻ ഗോപാലന്മാരെ ഉൾപ്പൂവിലോർക്കവേ ചൊല്ലി മാമുനി. ഗോപാലന്മാരെ, അതായത് ഗോകുലത്തിലെ സന്തത സഹചാരികളായ ഗോകുലാധിപൻ്റെ നന്ദഗോപരുടെ അനുയായികളേനൊക്കെ ഗോപാലന്മാരെ ഉൾപ്പൂവിലോർക്കവേ ചൊല്ലി മാമുനി. അവരെ ആലോചിച്ച് ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു: കുരുപുങ്കമാ, ഹേ എന്താ പറയുക, പരീക്ഷിത് മഹാരാജാവേ, കേട്ടാലും ഒരു നാൾ അച്യുതാഗ്രജൻ, അച്യുതൻ്റെ ഏട്ടൻ ബലരാമൻ, കുതുകം സഹിയന്നൊറ്റയ്ക്കയക്കണം ഞാൻ നന്ദഗോകുലം. കുതുകം സഹിയന്നൊറ്റ അയക്കയക്കണം ഞാൻ നന്ദഗോകുലം. നന്ദഗോകുലത്തിലേക്ക് ഏട്ടനെ ഒന്ന് അയക്കണം എന്നൊരു തീരുമാനം എടുത്തു ഭഗവാൻ. ഒട്ടേറെ കാലമായി കാണാൻ കൊതിച്ചിടുന്ന രാമനെ, കുറേ കാലമായി ബലരാമനെ കണ്ടിട്ട്, ഒട്ടേറെ കാലമായി കാണാൻ കൊതിച്ചിടുന്ന രാമനെ കാണുകയാൽ അത് എത്രയാണെന്ന് ചൊല്ലാൻ വയ്യോത്തൊരാവിധം. കാണാൻ താല്പര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്നേഹവായ്പയുണ്ട് ഇല്ലേ? അത്യാനന്ദത്തിൽ മുഴുകി വീണ്ടും ഗോകുലമൊക്കെയും ഗോകുലവാസികൾ ഒന്നടങ്കം ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം എന്നുള്ള അവസ്ഥയിലെത്തി. അത്യാനന്ദത്തിൽ മുഴുകി വീണ്ടും ഗോകുലമൊക്കെയും കെട്ടിപ്പിടിച്ചു കണ്ണീരാർന്നൊന്നും മിണ്ടാതെ അങ്ങനെ ഓരോരുത്തർ വരണു, ബലരാമസ്വാമിയെ ആലിംഗനം ചെയ്യണു, ഒന്നും മിണ്ടാൻ സാധിക്കണില്ല. സ്നേഹം ഘനീഭവിക്കുമ്പോൾ വായയിൽ വർത്തമാനങ്ങൾ വരില്ല. സ്നേഹം ഘനീഭവിക്കണം, പ്രേമം തുടുമ്പണം. നിന്നുപോയവരും ചുറ്റുനേരം സൗഭാഗ്യശാലികൾ. അതായത് എന്താണെന്ന് പറയുക, മരപ്പാവ പോലെ നിന്നു എല്ലാവരും. നിന്നുപോയേവരും, പ്രായവ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും. ചെറ്റുനേരം സൗഭാഗ്യശാലികൾ, എല്ലാവർക്കും സാധിക്കില്ല അത്. വാർദ്ധക്യമാർന്നോർ പലമട്ട് ആശീർവാദങ്ങളേകവേ. പ്രായത്തിൽ മുതിർന്നവരൊക്കെ ബലരാമസ്വാമി നീണാൾ വാഴട്ടെ, വിജയീഭവ എന്നൊക്കെ, ആയുരാരോഗ്യ സൗഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അസംഖ്യം ഗോപബാലന്മാർ എത്രയോ കൃഷ്ണലീലകൾ കേട്ട് പഠിച്ചുള്ളോർ വന്നു തൃക്കാൽക്കൽ വീഴുകവേ. അനിയൻ്റെ സന്തത സഹചാരികളായ ഗോപവൃന്ദങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ഓരോ കാര്യങ്ങളും പാദാദികേശം കേശാദിപാദം
സ്തുതിച്ചും കൊണ്ടുള്ള സ്വസ്ത്ര രത്നങ്ങളാൽ പാടി സ്തുതിക്കാൻ കഴിവുള്ളവർ ഓരോരുത്തരും കൂട്ടം കൂട്ടമായിട്ടും വന്ന് ബലരാമസ്വാമിയുടെ കാലിൽ വീണ് നമസ്കരിക്കാൻ തുടങ്ങി. അസംഖ്യം ഗോപപാലന്മാർ എത്രയോ കൃഷ്ണലീലകൾ കേട്ടു പഠിച്ചുള്ളോർ വന്ന് തൃക്കാൽക്കൽ വീഴവേ. അതായത് ശ്രീകൃഷ്ണനും ബലരാമനും ഗോകുലം വിട്ട ശേഷം ഉള്ള ജനറേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പരമശയോ അവരൊക്കെ തൻ്റെ പൂർവീകരിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ ഓരോ ഔത്സുക്യത്തോടു കൂടിയിട്ടുള്ള ജീവിത സന്ധാരണത്തെ സ്തുതികളാക്കി മാറ്റി. അനന്തമൂർത്തി യാതൊന്നും മിണ്ടാനാവാതെ വാഴവേ. അനന്തമൂർത്തി, അനന്തൻ്റെ തിരുവവതാരമാണ് ബലരാമൻ. ഒന്നും പറയാൻ സാധിക്കണില്ല. എൻ്റെ അനിയനോട് ഇത്ര ഭക്തിരസമായിട്ട് അങ്ങനെ തോന്നിയതേ. അനുജൻ കൃഷ്ണനോടൊപ്പം അമ്പാർന്ന് ഞങ്ങളെയൊക്കെയും പരിപാലിച്ചുകൊണ്ടേ നീ വാഴ്ക നീണാൾ യദൂത്തമ. അവരുടെ പ്രാർത്ഥന എന്താ? ഞങ്ങളെ ജീവിതാവസാനം വരെ നിങ്ങൾ രണ്ടാളും അനുഗ്രഹിച്ച് അൻപോടുകൂടി ജീവിത സന്ധാരണം ചെയ്യാനുള്ള കൗതുകം തന്ന് അനുഗ്രഹിക്കണം. അനുജൻ കൃഷ്ണനോടൊപ്പം അമ്പാർന്ന് ഞങ്ങളെയൊക്കെയും പരിപാലിച്ചുകൊണ്ടേ നീ വാഴ്ക നീണാൾ യദൂത്തമ. യശോദ വന്നുടൻ വാരി പുണർന്നാളമ്പോടുണ്ണിയേ. യശോദാദേവി വന്ന് വാരി പുണർന്നാൾ ബലരാമനെ. എത്രയോ കാലം ആ മട്ടിൽ താലോലിച്ചൊരു കുഞ്ഞിനെ. അല്ലേ, കുറേ കാലം യശോദമ്മയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ രോഹിണിക്കാണ് ആദ്യം കുട്ടി ഉണ്ടായത്, ബലരാമൻ. അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണനെ പ്രസവിച്ചത് യശോദമ്മ. അപ്പോൾ ആദ്യം കണ്ട കൺമണി എന്നുള്ള നിലയ്ക്ക് ബലരാമനോട് കുറച്ച് താല്പര്യം ജാസ്തിയുണ്ട്. സഖാക്കളേവരും അടുത്തണഞ്ഞ് ഉത്സാഹമായിപ്പെടും ചോദിച്ചു പലതും. രാമൻ തെളിഞ്ഞ് അങ്ങോട്ടും അങ്ങിനെ. ബലരാമസ്വാമിയോട് ഗോകുലവാസികളൊക്കെ കുശലം ചോദിച്ചു. അവരോട് ബലരാമസ്വാമി കുശലം ചോദിച്ചു. കൈപിടിച്ചു കുലുക്കിക്കൊണ്ടോതീ സുബലൻ ഈ വിധം. സുബലൻ പറഞ്ഞൊരാള് ഇങ്ങനെ പറഞ്ഞു, ആളേറെ വലുതായല്ലോ രാമാ നീയതു പുങ്കവാ. അങ്ങ് എത്രയോ പെട്ടെന്ന് വലുതായി. കൈപിടിച്ചു കുലുക്കിക്കൊണ്ടോതീ സുബലൻ ഈ വിധം. ആളേറെ വലുതായല്ലോ രാമാ നീയതു പുങ്കവാ. രാമനെന്നു വിളിക്കാമോ? ഞാൻ രാമാന്ന് വിളിച്ചാൽ അങ്ങക്ക് അസ്കിതൊന്നുമില്ലല്ലോ. നെന്നേ ഇന്നങ്ങളെ വരും പന്തയം പലതും ചൊല്ലി ഓടിപ്പാഞ്ഞു കളിച്ചതും. നമ്മൾ സതീർത്ഥന്മാരല്ലേ, പന്തയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും കളിച്ചിട്ടില്ലേ നമ്മൾ? മറന്നുപോയോ ഭാണ്ഡീരച്ചോട്ടിൽ നാം പന്തടിച്ചതും പൈമേച്ചതും നീ ഒന്നാകെ പനം കാടു തകർത്തതും. അപ്പോൾ ബലരാമസ്വാമി ചെയ്ത വീര ഇതിഹാസങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. മറന്നുപോയോ ഭാണ്ഡീരച്ചോട്ടിൽ നാം പന്തടിച്ചും പൈമേച്ചും നീ ഒന്നാകെ പനം കാടു തകർത്തതും. പ്രലംബനെ ഇടിച്ച് അന്ന് കൊന്ന കൈ ഒന്ന് കാണട്ടടോ. ആ കൈ ഒന്ന് കാണിക്കൂ. ആ പ്രലംബനെ ഈ കൈ കൊണ്ടല്ല ഇടിച്ചു കൊന്നത്. അതിലൊന്ന് ഉമ്മ വയ്ക്കട്ടെ. പ്രലംബനെ ഇടിച്ചന്ന് കൊന്ന കൈയൊന്നു കാട്ടടോ. കൃഷ്ണനൻ മട്ടിലുണ്ടിന്ന് കണ്ടാലാവിശ്വമോഹനൻ. കൃഷ്ണൻ എന്തു പറയണു? സുഖല്ലേ? കൃഷ്ണൻ മട്ടിലുണ്ട് ഇന്ന്. ഇപ്പം എങ്ങനെയുണ്ട് അദ്ദേഹം? കണ്ടാൽ ആ വിശ്വമോഹനൻ ഒന്നാം തരം യുവാവായി, ഒന്നൊന്നര യുവാവായി മിന്നുന്നുണ്ടാം മഹാപ്രഭു. ശ്രീമാതാവോദിനാൻ മന്ദം പ്രേമകൽഗതകണ്ഠനായി. അപ്പോൾ ശ്രീമാതാവ് വളരെ ഇമോഷണലായി ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ. ശ്രീമാതാവോദിനാൻ മന്ദം പ്രേമകൽഗതകണ്ഠനായി വെണ്ണവാരി ഒരപ്പൂങ്കൈ പിടിച്ചൊന്നിങ്ങു കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ ബലരാമാ നീ? ആ കണ്ണനെ ഒന്ന് കൈപിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? വെണ്ണ വാരി
ഒരപ്പൂങ്കൈ പിടിച്ചൊന്നിങ്ങ് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ ബലരാമ നീ? അല്ലെങ്കിൽ മക്കളും ഭാര്യമാരുമായങ്ങു സൗഖ്യമായി വാഴുമ്പോൾ ഈ വ്രജത്തിങ്കൽ വരുവാനിടയാകുമോ? എത്ര ഭാര്യമാരെ, എത്ര കുട്ടികളെ, എന്തൊക്കെ കാര്യം അദ്ദേഹത്തിന്. അതൊക്കെ വിട്ടിട്ട് ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം കിട്ടണ്ടേ? സാരമില്ല, ഞങ്ങൾ ആ പണ്ടത്തെ ഓർമ്മകളിൽ ജീവിച്ചോളാം. ഇതാണ് എന്താണ് പറയുക, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത്. സംഭവിക്കാത്ത കാര്യങ്ങളിൽ ക്ലേശിക്കരുത്, നമ്മൾ സംഭവിക്കുന്ന കാര്യത്തിൽ സന്തോഷിക്കാം. കംസനെ കൊന്നതെന്നത്ര നന്നായി മുരളീധരൻ. കംസനെ അന്ന് കൊന്നതത്ര നന്നായി. സർവർക്കും കൃഷ്ണനാമങ്ങൾ കീർത്തിക്കാറായി മന്നിതിൽ. കംസൻ, രാജാക്കന്മാർക്കൊരു ദുശ്ശീലുണ്ട്, രാജാക്കന്മാരെ സ്തുതിക്കാൻ പാടുള്ളൂ. ഈശ്വരനെ ഭജിക്കണം എന്നുണ്ടെങ്കിലും അവരുടെ സമ്മതം വേണം. അവരുടെ ഈശ്വരൻ ആരാ? അവരേനെ ഭജിക്കാവൂ. അതുകൊണ്ടാണ് കംസനെ കൊന്നതെന്നത്ര നന്നായി മുരളീധരൻ, സർവർക്കും കൃഷ്ണനാമങ്ങൾ കീർത്തിക്കാറായി മന്നിതിൽ. ദേവകി വസുദേവന്മാർ മാത്രമല്ല അതു കാരണം, ദേവകി വസുദേവന്മാർ മാത്രമല്ല അതു കാരണം, മുക്താരായേൽപ്പതാനന്ദം പുണ്യമുള്ളവരത്രയും. മുക്തരായേൽപ്പതാനന്ദം പുണ്യമുള്ളവരത്രയും. ദുഷ്ടരെ കൊന്നുമിന്നീടും ദ്വാരകാ രാജധാനിയിൽ പാർപ്പതും മറ്റും ഈ ഞങ്ങൾ കേട്ടു മോദിച്ചു വാഴുകയാം. അപ്പം മധുരയിൽ നിന്ന് ദ്വാരക നിർമ്മിച്ച മധുരാവാസികളെ ദ്വാരയിലേക്ക് രാഘുരാമനാം മാറ്റി താമസിപ്പിച്ചു. പിന്നെ ശേഷം എത്ര കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എങ്ങനെയായാലും സുഖമായിരിക്കുന്നുണ്ടല്ലോ, അത് മതി. പാർപ്പതും മറ്റും ഈ ഞങ്ങൾ കേട്ടു മോദിച്ചു വാഴുകയാം. പെട്ടെന്ന് വൃഷ്ണിപ്രവരൻ വന്നതായി കേട്ടു ഗോപികൾ പ്രേമോന്മാദത്തിൽ മുഴുകി തന്നെ മേവുന്ന ധന്യകൾ. ശ്രീ ബലരാമൻ വന്നുന്ന് ഗോപസ്ത്രീകളൊക്കെ കേട്ടതോടുകൂടി വിവശകളായിട്ട് അവർ ഓടി വന്നു. പെട്ടെന്ന് വിഷ്ണുപ്രവരൻ വന്നതായി കേട്ടു ഗോപികൾ പ്രേമോന്മാദത്തിൽ മുഴുകി തന്നെ മേവുന്നു ധന്യകൾ. അണഞ്ഞു രാമനെ കണ്ടു മധുഭാഷിണിമാരുടൻ. ഗോപസ്ത്രീകളെ ചിരിച്ചുകൊണ്ടു ചോദിച്ചു, കൃഷ്ണന് സുഖമല്ലയോ? അല്ല, കൃഷ്ണന് സുഖല്ലേ? പാട്ടും പഠിപ്പും എന്നല്ല പരിഷ്കാരവും എത്രയും കൂടും കാന്തകളോടൊത്തു വാഴിയിൽ ചോദിച്ചിടേണമോ? ഞങ്ങളുടെ ചോദ്യം ശരിയാണോന്നറിയില്ല. കാരണം പേരും പത്രാസും പദവികളുള്ള ആൾക്കാരായിട്ടുള്ള വേഴ്ചയാണല്ലോ ഇപ്പോൾ. അപ്പോൾ സൗഖ്യത്തിന് ഒരു കുറവുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാട്ടും പഠിപ്പും എന്നല്ല പരിഷ്കാരവും എത്രയും കൂടും കാന്തകളോടൊത്ത് വാഴിയിൽ ചോദിച്ചിടേണമോ? ഒരിക്കലെങ്കിലും കൃഷ്ണൻ കമലായതലോചനൻ, താമരക്കണ്ണൻ കൃഷ്ണൻ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുമോ? പഴയ ബന്ധം വിചാരിച്ചു വരുമോ ഗോപവാടിയിൽ? ഈ ഗോകുലത്തിൽ എന്നെങ്കിലും ഒരു ദിവസം വരാനുള്ള ചാൻസ് ഉണ്ടോ? അദ്ദേഹം വല്ലതും പറഞ്ഞു കേൾക്കാറുണ്ടോ? മടങ്ങും വേഗം ഈ ഞാനെന്നരുളി ചെയ്ത വാക്കിനെ സത്യമാക്കിയിടുവാനൊന്നു വന്നു പോകേണ്ടതല്ലയോ? പെട്ടെന്ന് താമസിക്കാണ്ട് ഞാൻ വരും, നിങ്ങൾ സമാധാനമായിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ആ വാക്കിനെ, അദ്ദേഹത്തിൻ്റെ വാക്കിനെ സത്യമാക്കാനായിട്ടെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് വന്നുകൂടെ? ഇതാണ് ചോദിച്ചത്, മനസ്സിലായി? ഒരിക്കലെങ്കിലും കൃഷ്ണൻ കമലായതലോചനൻ പഴയ ബന്ധം വിചാരിച്ചു വരുമോ ഗോപവാടിയിൽ? മടങ്ങും വേഗം ഈ ഞാനെന്ന് അരുളി ചെയ്ത വാക്കിനെ സത്യമാക്കിയിടുവാനൊന്നു വന്നു പോകേണ്ടതല്ലയോ?
സഖാക്കൾ അമ്മയച്ഛന്മാർ ഈ വിധം ഗോകുലത്തിലും വാഴ്വതുണ്ടെന്ന് വല്ലപ്പോഴെങ്കിലും കൃഷ്ണൻ ഓതുമോ? എപ്പോഴെങ്കിലും യശോദമ്മയും നന്ദഗോപരും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കാറുണ്ടോ? സഖാക്കൾ, അതായത് സഖാക്കൾ, ചങ്ങാതിമാർ, അച്ഛനമ്മമാർ ഈ വിധം ഗോകുലത്തിലും വാഴ്വതുണ്ടെന്ന് വല്ലപ്പോഴെങ്കിലും കൃഷ്ണൻ ഓതുമോ? ഞങ്ങളെപ്പറ്റി ഇന്നോർമ്മയുണ്ടായിടില്ല തീർച്ചയാം. ഞങ്ങളെപ്പറ്റി ഓർമ്മിക്കില്ല എന്ന് ഉറപ്പാണ്, തീർച്ചയാണ്. അവിടേക്കെങ്കിലും രാമ വരാൻ തോന്നിയത് അത്ഭുതം. അനിയൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതൊരു ഗോഡ് കേസാണ്. അങ്ങക്ക് ഇവിടെ വരണമെന്ന് തോന്നിയല്ലോ, വളരെ സന്തോഷമായി. സർവം ത്യജിച്ചും ഈ ഞങ്ങൾ ആരിൽ പ്രേമം പുലർത്തിയോ? എല്ലാം ത്യജിച്ച് കൃഷ്ണനിൽ ഞങ്ങൾ പ്രേമം വെച്ച ആൾക്കാരാ. സർവം ത്യജിച്ചും ഈ ഞങ്ങൾ ആരിൽ പ്രേമം പുലർത്തിയോ? അതേ സർവേശ്വരൻ തീരെ വെടിഞ്ഞാൻ ഇന്നു ഞങ്ങളെ. അല്ലേ? ഒരു തരം കൂടി ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. മനോജ്ഞനോതിടും തേൻ ചൊല്ലൊക്കെയും വിശ്വസിച്ചു പോയി. മനോജ്ഞൻ, മനസ്സിന് അമൃതമായിട്ട് പെരുമാറുന്നവൻ. അല്ലേ? മനോജ്ഞൻ ഓതിടും തേൻ ചൊല്ലൊക്കെയും വിശ്വസിച്ചു പോയി. പാവങ്ങളാം ഞങ്ങൾ എന്നാൽ പഠിപ്പുള്ളോരതെങ്ങിനെ. ഞങ്ങൾ വിശ്വസിച്ചു, കാരണം ഞങ്ങൾ ശുദ്ധന്മാരാണ്, നാട്ടിലത്തെ ആൾക്കാരാണ്. പട്ടണവാസികളായ പെണ്ണുങ്ങളൊന്നും അത് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത്. കൈക്കൊണ്ടിടും പുരസ്ത്രീകൾ ഈ മറ്റുള്ളവർ തൻമൊഴി. കൈക്കൊണ്ടിടും പുരസ്ത്രീകൾ ഈ മറ്റുള്ളവർ തൻമൊഴി. വശ്യവാക്കായൊരു കൃഷ്ണൻ ചിരിച്ചെന്തെന്തു ചൊല്ലിലും ആടിക്കുഴഞ്ഞു കൈക്കൊള്ളുവാനത്ര പേരുണ്ടു മന്നിതിൽ. പഠിപ്പം പത്രാസുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ വീട് ഞങ്ങൾക്ക് അറിയില്ല. ദുഃഖമാണത് ചൊല്ലിയിടിൽ വേറെ വല്ലതും മോതുവിൻ. അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. കൃഷ്ണനു നമ്മൾ വേണ്ടെങ്കിൽ നമ്മളെന്തിനതോർക്കണം. അതാണ്, കൃഷ്ണനു നമ്മൾ വേണ്ടെങ്കിൽ നമ്മളെന്തിനതോർക്കണം. രണ്ടാൾക്കും ദിവസം നീങ്ങും അവിടേക്ക് അത്രയും സുഖം. രണ്ടാൾക്കും ദിവസം, അവിടെയുള്ള അദ്ദേഹത്തിനും ദിവസം നീങ്ങും, നമുക്ക് നീങ്ങും. അതങ്ങനെ സമാധാനിക്കാം. നമുക്കോ ദുഃഖം അതു നാം സഹിക്കുന്നില്ലയോ സഖി. നമുക്കോ ദുഃഖം അതു നാം സഹിക്കുന്നില്ലയോ സഖി. ഈ വണ്ണം അത്യുജ്വലമാം ഗോവിന്ദ വിരഹാഗ്നിയിൽ. ഗോവിന്ദൻ്റെ വിരഹം സഹിക്കവയ്യാഞ്ഞ് ഇവരുടെ വാക്കുകൾ കേട്ട് ബലരാമൻ അത്ഭുതമായി. കറ നീങ്ങി അകം മിന്നി തിളങ്ങിയിടിന ഗോപികൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബാലിശമായിട്ടുള്ള എന്താ പറയുക, പരിതാപങ്ങളൊക്കെ മാറി ഭക്തി ആർജിക്കാൻ തുടങ്ങി. കറ നീങ്ങി അകം മിന്നി തിളങ്ങിയിടിന ഗോപികൾ. പ്രിയൻ്റെ പൂപുഞ്ചിരിയും നോട്ടവും മധുവാണിയും മറ്റും ഓർത്തോർത്തുടൻ പൊട്ടിക്കരഞ്ഞു ഗുരുനന്ദന. പരീക്ഷത്തെ ആ ഗോപവാടിയിലെ സ്ത്രീകൾ പെട്ടെന്ന് കൂടുതൽ അദ്ദേഹത്തിൽ ആകൃഷ്ടരായിട്ട് വിരഹദുഃഖം പൊറുക്കാൻ സാധിക്കാതെ കണ്ട് വാവിട്ട് കരയാൻ തുടങ്ങിയതാവുന്നത്. നിങ്ങളേവരും ഈ വണ്ണം ദുഃഖിച്ചിടുകിൽ മാധവൻ മാഴ്കും വല്ലാതെ എന്ന് അമ്പാർന്ന് അരുൾ ചെയ്തു അത്യുജാഗ്രജൻ. അപ്പോൾ ബലരാമൻ വലിയൊരു ബിസിനസ് മാനേജ്മെൻ്റ് ആളാണ്, ഇപ്പോഴത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളേവരും ഈ വണ്ണം ദുഃഖിച്ചിടുകിൽ മാധവൻ മാഴ്കും വല്ലാതെ എന്ന് അമ്പാർന്നരുൾ ചെയ്ത് അച്യുതാഗ്രജൻ. ബലരാമൻ പറഞ്ഞു, നിങ്ങളിവിടെ ഇങ്ങനെ ദുഃഖിച്ചാൽ കമ്പിയിൽ ഭഗവാൻ അറിയും. അപ്പോൾ ഭഗവാന് ദുഃഖം ഉണ്ടാവും. അത് നമ്മൾ കാരണം വേണോ? വേണ്ട, അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഭാഗവതം ഉപാസിക്കുന്ന ഒരാൾ
ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ വക്താവാകുന്ന എൻ്റെയും ശ്രോതാക്കളാകുന്ന നിങ്ങളുടെയും ഹൃദയ ഗഹ്വരത്തിൽ വസിക്കുന്ന കാലം നമ്മൾക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. കാരണം ഭഗവാൻ എവിടെയും പോയിട്ടില്ല. ഭഗവാൻ എല്ലാ ദിക്കിലുണ്ട്. ഭഗവാൻ ചൈതന്യവത്തായിട്ട് നമ്മളിൽ വസിക്കണു എന്ന ധാരണ നമ്മൾ മറക്കരുത്. കൃഷ്ണൻ്റെ ഓരോ മധുവാക്യം അടുത്തങ്ങനെ ഗോപിമാരിൽ അനന്തവാക്ചാതുരിയിൽ കുഴച്ചു കൊടുത്തു സംപ്രീതി വളർത്തി രാമൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? കൃഷ്ണൻ്റെ ഓരോ മധുവാക്യം അമ്പാർന്നെടുത്തങ്ങനെ ഗോപിമാരിൽ ഭഗവാൻ ഓരോരുത്തരോടും സ്നേഹമസൃണമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ശാന്തചിത്തന്മാരാക്കിയിട്ടാണ് ഈ ഒരു സർഗം അവിടെ അവസാനിച്ചത്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഷഷ്ട്യാധികശതതമഃ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 161 സർഗം വരുണ സൽക്കാരം കാളിന്തി സ്നാനം. ശ്രദ്ധിക്കുക. ഈ വണ്ണം ചൈത്രവൈശാഖമാസങ്ങൾ അജിതൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ, അഗ്രജൻ ഏട്ടൻ ബലരാമൻ, വ്രജത്തിലെങ്ങും ഗോവിന്ദ പ്രേമം വർഷിച്ചു വാഴ്കവേ. ഈ വണ്ണം ചൈത്രവൈശാഖമാസങ്ങൾ അജിതാഗ്രജൻ വ്രജത്തിലെങ്ങും ഗോവിന്ദ പ്രേമം വർഷിച്ചു വാഴ്കവേ. വാർമുല്ലയും വെണ്ണിലാവും വിരിയും മലർവാടിയിൽ രാസലീലകളും മറ്റും കേട്ട് ഉൾത്തടങ്ങളിൽ മനസ്സിൽ മൊട്ടിട്ടു നിൽക്കും പ്രേമത്തെ വിരിയിച്ച അസിതാംബരൻ. നീലപ്പട്ടുടുത്തിട്ടുള്ള ആളെന്നർത്ഥം. ആനന്ദമേകിനാൻ കൃഷ്ണകഥാമാധുര്യവായ്പിനാൽ. ആനന്ദം ഏകിനാൻ ശാരീരികമല്ലാട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. കൃഷ്ണകഥാമാധുര്യവായ്പിനാൽ സുധായോടൊപ്പമുണ്ടായ വിശേഷപ്പെട്ട വാരുണി. പക്ഷെ അദ്ദേഹം സുധയോടൊപ്പം അമൃതനോടൊപ്പം ഉണ്ടായ വിശേഷപ്പെട്ട വാരുണി എന്ന മദ്യം അയച്ചു വരുണൻ വൃക്ഷകോടരങ്ങളിലൂടവേ, വൃക്ഷങ്ങളുടെ പൊത്തുകളിൽ കൂടവെയാണ് ഈ വിശേഷപ്പെട്ട വാരുണി എന്നുള്ള മദ്യം വരുണൻ എത്തിച്ചു കൊടുത്തു എന്നാ. ഒഴുകി ബലദേവന്റെ മുമ്പിലേക്ക് അതിഭംഗിയിൽ ആസ്വദിച്ചാനത് ആവോളം ഗോപിമാരോടുകൂടവേ. രാമൻ വിധി നിഷേധങ്ങൾക്കതീതൻ വിജിതേന്ദ്രിയൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ രാമൻ വിധി നിഷേധങ്ങൾക്ക് അതീതൻ, എബവ് ആളാണ്. എബവ് ആളായിട്ടൊരാൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, അദ്ദേഹത്തിനത് പ്രശ്നമല്ല. അത് വിചാരിച്ചിട്ട് നമ്മളത് ഏറ്റുപിടിച്ചാലോ നമ്മൾ സ്വയം നശിക്കും. അതുകൊണ്ടാണ് ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത് എന്നുള്ള വേദപ്രസിദ്ധമായ സിദ്ധാന്തം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. നിങ്ങളത് കേൾക്കണില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ എന്നും ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത് എന്നുമുള്ള വിശ്വമംഗളമായ ഉപദേശ ശകലങ്ങളെ കാറ്റിൽ പറത്തിയാൽ സ്വയം നശിക്കുന്നത് അവരവർ തന്നെയായിരിക്കും. അപ്പോൾ രാമൻ വിധി നിഷേധങ്ങൾക്കതീതൻ വിജിതേന്ദ്രിയൻ അചിന്യ ശൈലമാർ നേടും ഭഗവാൻ അച്യുതാഗ്രജൻ. പാടും പെൺമണിമാരൊപ്പം പാടിയും കൺകലങ്ങിയും, പാടും പെൺമണിമാരൊപ്പം പാടിയും കൺകലങ്ങിയും, ഒറ്റക്കാതിൽ ഒളിഞ്ഞേറെ തിളങ്ങും മണികുണ്ടലും. ബലരാമൻ ഒരു കാതിൽ ഒരു കുണ്ടലം ഇട്ടിട്ടുള്ളൂ, അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. ഇപ്പം മനസ്സിലേ. വിരിമാർത്തട്ടിൽ വൈഡൂര്യപ്പതക്കം വനമാലയും വിയർപ്പു മുക്താമണികളൊട്ടൊട്ടു തിരുനെറ്റിയിൽ. കാരണം ഈ മദ്യസേവ ചെയ്താൽ വേർക്ക മനുഷ്യന്. അതാണ് വിയർപ്പു
മുക്താമണികളൊട്ടൊട്ടു തിരുനെറ്റയിൽ മൃദുസ്മിതമുഖാംബോജം ആ മട്ടിൽ മുസലായുധൻ, ഒലയ്ക്ക അല്ലെങ്കിൽ കരി ആയുധമാക്കിയവൻ. മൃദുസ്മിതമുഖാംഭോജൻ, ഒരു മന്ദസ്മിതത്തോട് കൂടിയിട്ട്. മുസലായുധൻ വിളങ്ങി വാർമണിത്തോപ്പിൽ അലിവാർന്ന് അതിസുന്ദരൻ. വിശേഷണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. കരയ്ക്കൽ നിന്നുറക്കെത്താൻ കാളിന്തിയെ വിളിക്കവേ. കാളിന്തി ഇവിടെ വാടി എന്ന് പറഞ്ഞു കാളിന്തിയോട്. കരയ്ക്കൽ നിന്ന് ഉറക്കെത്താൻ കാളിന്തിയെ വിളിക്കവേ മഹാപ്രഭു മതോന്മത്തനെന്ന് അകക്കാമ്പിൽ ഓർത്തവൾ. ഇയാളുടെ മൂഡ് ശരിയല്ലായിരുന്നു. പിന്നെന്താ ഞാൻ പോണത്? മിണ്ടിയില്ല, ആദരിച്ചില്ല. കയ്യിലുള്ള കലപ്പയാൽ കുത്തിക്കീറി വലിച്ചിങ്ങോട്ടൊഴുകിച്ചു പൊടുന്നനെ. സംഗതി തന്നെ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, അതാണ് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുള്ള നുഖം കൊണ്ട് കൊത്തി വലിച്ചു. പാപേ പലയിടം ഒഴുകും നിനക്ക് ഈ ഞാൻ വിളിക്കവേ, മടിയാണെങ്കിൽ ഓടിക്കും നിന്നെ ലക്ഷം വഴിക്കിനി. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പാപേ പലയിടം ഒഴുകും നീ. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊക്കെ ഭൂപ്രദേശത്ത് കൂടെ നീ ഒഴുകും. ഞാൻ വിളിച്ചാൽ മാത്രം നിനക്ക് വരാൻ വയ്യ അല്ലേ കാട്ടുകള്ളി എന്നാ പറഞ്ഞത്. നീ എന്നോട് കളിച്ചാൽ ഇപ്പം നീ പലയിടം ഒഴുകണുള്ളൂ, ലക്ഷം വഴിക്ക് ഓടിക്കും ഞാൻ നിന്നെ എന്നാ പറഞ്ഞത്. പാപേ പലയിടം ഒഴുകും നിനക്ക് ഈ ഞാൻ വിളിക്കവേ, മടിയാണെങ്കിൽ ഓടിക്കും നിന്നെ ലക്ഷം വഴിക്ക് ഇനി. കോപിച്ച് ഈ വണ്ണം അരുളി ചെയ്യും മുസലപാണിയെ നമസ്കരിച്ചു പേടിച്ചു കൊണ്ടു കാളിന്തി ഓതിനാൾ. പേടിച്ച് വിറച്ച് കൈകൊപ്പിച്ചു പറഞ്ഞു, രാമ രാമ ദയാമൂർത്തേ. ഇതാണ് ശരി. രാമ രാമ ദയാമൂർത്തേ, കൃഷ്ണ കൃഷ്ണ ദയാമൂർത്തേ എന്ന് ജപിക്കേ നിവൃത്തിയുള്ളൂ. തെറ്റൊന്നിതു പൊറുക്കണം അവർണ്യമാം നിൻ മാഹാത്മ്യം അറിഞ്ഞില്ല മഹാപ്രഭോ. അവർണ്യമാം, വർണ്ണിച്ചാൽ തീരാത്തത്ര മഹത്വമുള്ള തന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ അടുത്തൊരു ചെറു തെറ്റുപറ്റി, വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല, ക്ഷമിക്കണം. ചെറുതായുള്ളൊരംശത്താൽ തന്നെ ലോകങ്ങളൊക്കെയും വഹിക്കും മേന്മ വെറും ഈ നദിയമ്മട്ടറിഞ്ഞിടും. 1000 ശിരസിൽ 1000 പത്തികളിൽ കടുകുമണി പോലെ, ഒരു തലയിൽ ഒരു കടുകുമണി പോലെ ഈ ഭൂമിയെ വയ്ക്കാനുള്ള കായിക ബലമുള്ള എന്നെ ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം ഞാൻ ഏറ്റുപറയണം, എന്നോട് പൊറുക്കണം. വഹിക്കും മേന്മ വെറും ഈ നദിയമ്മട്ടറിഞ്ഞിടും, വരികില്ല ഇനി എന്നെന്നും ഈ വിധം ദീനവത്സല. ഇനി ഇങ്ങനൊരു തെറ്റ് എന്നിൽ നിന്നുണ്ടാവില്ല. വരികില്ല ഇനി എന്നെന്നും ഈ വിധം ദീനവത്സല. കരുണാസാഗരൻ പെട്ടെന്നലിഞ്ഞു. ക്രോധം എങ്ങനെയുണ്ടായി? അതേപോലെ തന്നെ ക്രോധം ഇല്ലാതെ ഉണ്ടായിന്ന. കരുണാസാഗരൻ പെട്ടെന്നലിഞ്ഞു. യമുനാജലം ഇഷ്ടം പോലെ കഴുത്തോളം കവിഞ്ഞൊഴുകി നിർമ്മലം. സന്തോഷമാർന്നുടൻ മുങ്ങിക്കുളിച്ചങ്ങിനെ സർവരും. അതായത് കഴുത്തിനൊപ്പം വെള്ളം, എപ്പോൾ വേണമെങ്കിലും മുങ്ങാം പൊങ്ങാം മുങ്ങിപ്പോവില്ല. കാളിന്തിയാറ്റിൽ കരയിൽ ഒട്ടേറെ വിലസിടവേ, താരങ്ങളൊപ്പം വെൺതിങ്കൾ പോലെ രാമൻ വിളങ്ങവേ, നക്ഷത്രജാലങ്ങൾക്കിടയിൽ ചന്ദ്രനെന്ന പോലെ ഗോപസ്ത്രീകളുടെ ഇടയിൽ ബലരാമൻ മിന്നി. ശ്രീമൂർത്തി ഭേദമാം കാന്തി, ശ്രീമൂർത്തി ഭേദമാം കാന്തി. രാമനിലാണോ ഐശ്വര്യം കൂടുതൽ, കൃഷ്ണനിലാണോ പറയാൻ പറ്റില്ല. ഏവർക്കും തക്ക മാതിരി, ഏവർക്കും പുത്തൻ പട്ടുകളും മിന്നും അനർഘാഭരണങ്ങളും കസ്തൂരിയും കളഭവും പൂമാലകളും ഏകിനാൾ. ആര്? നദി. മന്ദാകിനി എന്ന നദി പുത്തൻ പട്ടുകളും മിന്നും അനർഘാഭരണങ്ങളും കസ്തൂരിയും കളഭവും പൂമാലകളും ഏകിനാൾ. ബലരാമൻ അണിഞ്ഞ് ഐരാവതം പോലെ വിളങ്ങിനൻ. ഐരാവതം എന്ന ആന പോലെനാ.
ബലരാമൻ അണിഞ്ഞ് ഐരാവതം പോൽ വിളങ്ങിനാൻ. കലപ്പയാൽ വലിച്ചുള്ള വഴിക്കൊഴുകും ആ നദി ഇന്നും രാമൻ്റെ വീര്യത്തെ വിളിച്ചോതുന്നു മന്നിതിൽ. ഇന്നും ആ പ്രദേശത്ത് ഈ മന്ദാകിനി നദിയുടെ വിഗതികൾ രാമൻ്റെ വീര്യത്തെ വിളിച്ചോതുന്നു മന്നിതിൽ. ഈ വണ്ണം അവസാനത്തെ ശ്ലോകം. ഈ വണ്ണം അമ്പ് സ്നേഹമേന്തിയ ഗോപിമാർത്തൻ പ്രേമത്തിൻ ഒട്ടേറെ വഴങ്ങി രാമൻ ഒരൊറ്റ നാൾ പോലെ കഴിച്ചു 2 മാസം തെളിഞ്ഞെങ്ങിനെ ഗോകുലത്തിൽ. 2 ദിവസം എങ്ങനെ ഈ വണ്ണം അമ്പേന്തിയ ഗോപിമാർത്തൻ പ്രേമത്തിനൊട്ടേറെ വഴങ്ങി രാമൻ ഒരൊറ്റ നാൾ പോലെ കഴിച്ചു 2 മാസം തെളിഞ്ഞങ്ങിന് ഗോകുലത്തിൽ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകഷഷ്ട്യധികശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.